ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച 6 രാജ്യങ്ങളിൽ ഒന്നാണ് കിങ്ഡം ഓഫ് എലമെന്റ്സ്. രണ്ടാമത് കിങ്ഡം ഓഫ് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ് അല്ലെങ്കിൽ സസ്യലോകം. ഈ ലോകത്ത് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന സസ്യലോകം, സസ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് വളരാൻ എവിടെ മാത്രമേ പറ്റുകയുള്ളൂ? മണ്ണിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ ഭൂമിയിൽ ഒരു വൃക്ഷം വളരണമെങ്കിൽ അതിനൊരു ലോകമുണ്ട്. അതിന് മണ്ണ് വേണം, അതിന് വെള്ളം വേണം, വളം വേണം. ആ ലോകം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. മണ്ണിൽ നിന്നൊരു വൃക്ഷം പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടാൽ അടുത്ത ആഴ്ച നിങ്ങൾ വന്ന് നോക്കുമ്പോൾ അത് ഉണങ്ങി കരിഞ്ഞിരിക്കും. എന്താ കാര്യം? വൃക്ഷത്തിന് അതിൻ്റെ ലോകത്ത് നിന്ന് പുറത്തു പോകാൻ പറ്റില്ല. ഒന്ന് കിങ്ഡം ഓഫ് എലമെന്റ്സ്, 2 കിങ്ഡം ഓഫ് പ്ലാന്റ്സ്, മൂന്നാമത്തത് കിങ്ഡം ഓഫ് ആനിമലാണ്. ഈ ആനിമലിൻ്റെ അകത്ത് കടലിലുള്ളതും കരയിലുള്ളതും ഉണ്ടാകും. ദൈവരാജ്യത്തിന്റെ അകത്ത് വന്ന ഒരു ദൈവ പൈതലിന് ദൈവരാജ്യമല്ലാതെ വേറൊരു ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. എത്ര പേർക്ക് ഇന്ന് പകൽ മനസ്സിലാകുന്നുണ്ട്? ഓ, രക്തത്താലും വചനത്താലും ജയമെടുക്കുകയാണ്. ദൈവരാജ്യത്തകത്ത് വന്ന ദൈവത്തിന്റെ പൈതലിന് ആരാധനയില്ലെങ്കിൽ മീനിനെ പോലെ ശ്വാസം മുട്ടും. ദൈവരാജ്യത്തിന്റെ അകത്ത് വന്നവന് ഉപവാസവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ വെള്ളത്തിനകത്ത് പോയ പൂച്ചക്കുഞ്ഞിനെ പോലെ ശ്വാസം മുട്ടും. കാരണം അവന്റെ ലോകം മറ്റൊന്നാണ്. പിന്മാറ്റത്തിൽ പോയവരെ ഈ ദൈവരാജ്യത്തിൽ നിന്ന് പുറത്തു പോയിട്ട് ശ്വാസം മുട്ടാത്തതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പിന്മാറ്റക്കാരൻ മരിച്ചവനാ. അവന് ഫീലിംഗ് ഇല്ല. ആരാധനയ്ക്ക് പോലും വരാൻ താല്പര്യമില്ലാത്തവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.